ദിവസങ്ങൾ ഒന്നൊന്നായി പിന്നിട്ടുകൊണ്ടേയിരുന്നു. വൈദേഹി അപ്പോഴും സാധാരണ നിലയിൽ ആയിട്ടില്ലെന്ന് വേണം പറയാൻ. ഏതു നേരവും റൂമിൽ തന്നെ ചടഞ്ഞു കൂടിയിരിക്കും. നേരാമണ്ണം കുളിയും ജപവും ഒന്നുമില്ല. ഭക്ഷണം പോലും കഴിക്കുന്നത് ഒരു പേരിന് മാത്രം. അവളൊന്ന് ആക്റ്റീവായി വന്നിരുന്നെങ്കിൽ കമ്പനിയിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ കൊടുക്കാമായിരുന്നു എന്ന് മഹി കൂടെ കൂടെ പറയും. പക്ഷെ വൈദേഹിക്ക് ഒന്നിനോടും ഒരു താല്പര്യവുമില്ലായിരുന്നു. ആകെ കൂടി ഒരു നിസ്സംഗഭാവം. ഗൗരിയാണെങ്കിൽ സ്വന്തം അമ്മയേക്കാൾ സ്നേഹത്തിലാണ് അവളോട് വാത്സല്യം കാണിച്ചത്. ആ ഒരു കരുതലും സ്നേഹവും അവളെ കുറിച്ചൊന്നുമല്ല സ്വാധീനം ചെലുത്തിയത്. മാധവും ഗംഗയും കൂടി ഹണിമൂൺ ട്രിപ്പായിട്ട് സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് ഒരാഴ്ച പിന്നിട്ടു. അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു. മഹിയും ഗൗരിയും കൂടി പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. സഹായത്തിന് നിൽക്കുന്ന ചേച്ചിയും 2 ദിവസമായിട്ട് ഇവിടെയില്ല. ആരുടെയോ ബന്ധുവീട്ടിലൊരു കല്യാണം. നാളെ കാലത്തെ മടങ്ങി വരുള്ളൂ. രുദ്രൻ മാത്രം ആ നേരത്ത് വീട്ടിലുള്ളൂ. അവനാണെങ്കിൽ താഴത്തെ നിലയിലെ ഹോളിലിരുന്ന് ലാപ്പിലെന്തോ ചെയ്യുകയാണ്. വൈദേഹിയുടെ മുറിയിൽ എന്തോ തട്ടിമറിയും പോലെ അവന് തോന്നി. പെട്ടെന്ന് അവന്റെ മിഴികൾ അവിടേക്ക് പാഞ്ഞു. പെട്ടെന്ന് തന്നെ അവളുടെ ഉറക്കെയുള്ള കരച്ചിലും. ചെന്ന് നോക്കിയപ്പോ കണ്ടു അവളും അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ. അത് താഴെ വീണ് പൊട്ടിച്ചിതറി കിടപ്പുണ്ട്. വൈദേഹി അതിലേക്ക് നോക്കി കണ്ണുകുത്തി കരയുകയാണ്. കുനിഞ്ഞിരുന്നത് കയ്യിലേക്കെടുത്തതും അവളുടെ കൈവിരൽ ചെറുതായി ഒന്ന് മുറിഞ്ഞു. വൈദേഹി. രുദ്രന്റെ ശബ്ദം കേട്ടതും അവൾ മുഖമുയർത്തി. ദേവേട്ട, കണ്ടോ ദേവേട്ട, എന്റെ അച്ഛനും അമ്മയും താഴെ വീണ് പൊട്ടിപ്പോയി. കഷ്ടമല്ലേ? നോക്കിക്കേ, ആ കിടപ്പ് കണ്ടോ? കൊച്ചു കുട്ടികളെപ്പോലെ കീഴ്ച്ചുണ്ട് താഴെ. അവനാകെക്കൂടി എന്തൊക്കെയോ സംശയം പോലെ. ഒപ്പം കനക ആന്റിയെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞ വാചകങ്ങളും അവൻ ഒരു വേള ഓർത്തുപോയി. സൂക്ഷിച്ചോണം കേട്ടോ. അമ്മയെപ്പോലെ തന്നെ ഈ കുട്ടിക്കും ഒട്ടും മനസ്സിന് ബലമില്ലാത്ത ടൈപ്പാണ്. കുറച്ചു ദിവസത്തേക്ക് ആരെങ്കിലും അടുത്തുണ്ടാവണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അവളുടെ കരച്ചിലും ഇരിപ്പും കണ്ടപ്പോ അവന്റെ നെറ്റി ചുളിഞ്ഞു. വളരെ സൂക്ഷിച്ചുകൊണ്ട് അവൻ വൈദേഹിയുടെ അടുത്തേക്ക് കയറി ചെന്നു. നീ എഴുന്നേറ്റ് വാ, ഇല്ലെങ്കിൽ ചില്ലുകൊണ്ട് കൈയും കാലുമൊക്കെ മുറിയും. അവൻ പറഞ്ഞതും അവൾ ആലോചനയോടെ തറയിലേക്ക് നോക്കി. ഒരു പ്രകാരത്തിൽ അവളെ പിടിച്ചു മാറ്റി നിർത്തിയ ശേഷം രുദ്രൻ ചില്ലിന്റെ കഷ്ണങ്ങളെല്ലാം പെറുക്കി വേസ്റ്റ് ബിന്നിലിട്ടു. അവളുടെ സ്വഭാവരീതിയിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ പോലെ രുദ്രന് തോന്നിയെങ്കിലും അമ്മയോട് ഈ വിവരം പറഞ്ഞപ്പോ അച്ഛനും അമ്മയും അത് തള്ളി. ഒക്കെ അവന്റെ തോന്നലാവുമെന്നാണ് അവർ രണ്ടാളും പറഞ്ഞത്. 4 മാസങ്ങൾക്ക് ശേഷം. ദേവേട്ട, എന്നെ കല്യാണം കഴിച്ചാൽ മതി. വേറൊരു പെണ്ണും ദേവേട്ടന്റെ കൂടെ നിൽക്കണ്ട. മാറിപ്പോടി, എന്റെ ദേവേട്ടന്റെ അടുത്തുനിന്ന് മാറിപ്പോകാനല്ലേ പറഞ്ഞത്? കതിർ മണ്ഡപത്തിൽ രുദ്രന്റെ അടുത്ത് നമ്രമുഖിയായി ഇരിക്കുകയാണ് ദേവലക്ഷ്മി. ആ നേരത്താണ് ചുവപ്പും കരിനീലയും ഇടകലർന്ന ഒരു പട്ടുസാരിയൊക്കെ ചുറ്റി മുടി നിറയെ മുല്ലപ്പൂ വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഓടിക്കയറി വന്നത്. അവളുടെ പ്രവൃത്തി കണ്ടുകൊണ്ട് രുദ്രനും ലക്ഷ്മിയും ചാടി എഴുന്നേറ്റു. ദേവേട്ട, ഇവളെ പറഞ്ഞു വിട്ടേ, എന്നിട്ട് താലിയെടുത്ത് എന്റെ കഴുത്തി കെട്ടിത്താ. സ്വർണത്തലയിൽ വെച്ചിരുന്ന താലിമാല എടുത്ത് രുദ്രന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറയുന്നതിനൊപ്പം തന്നെ ദേവലക്ഷ്മിയെ തള്ളി മാറ്റാനും ശ്രമിക്കുന്നുണ്ട് വൈദേഹി. ആളുകളൊക്കെ അമ്പരന്ന് നിൽക്കുകയാണ്. മഹിയുടെ വലങ്കയിൽ മുറുക്ക പിടിച്ചുകൊണ്ട് നിന്ന ഗൗരിയെ വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ട്. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണമാണ്! എന്റെ മോന്റെ ഭാവി. ഗൗരി കരഞ്ഞു പോയിരുന്ന അപ്പോഴേക്കും അമ്മയ്ക്കരയില്ല ഇങ്ങനെ. ഗംഗയാണെങ്കിൽ അമ്മയുടെ തോളിൽ പിടിച്ച് അവരെ ആശ്വസിപ്പിക്കുകയാണ്. എന്താ എന്താ ഇവിടെ നടക്കുന്നത്? ഈ പെൺകുട്ടി ഏതാ? ദേവലക്ഷ്മിയുടെ അമ്മാവൻ സ്റ്റേജിലേക്ക് കയറി ചെന്നുകൊണ്ട് ശബ്ദമുയർത്തി. ദേവേട്ടൻ എന്റെയാ, എന്റെ മാത്രം. അയാളെ നോക്കിക്കൊണ്ട് വൈദേഹി ശബ്ദമുയർത്തി. മഹി, എടാ എന്താ ഇത്? അടുത്തു നിൽക്കുന്ന സിദ്ധുവേട്ടന്റെ മുഖം ചുളിഞ്ഞു. വട്ടുപിടിച്ച ഈ പെണ്ണിനെ കൂട്ടി കല്യാണത്തിന് വരില്ലെന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞു, കേട്ടില്ല. എന്നിട്ടോ ഒടുക്കം കണ്ടില്ലേ? പലരും മുറുമുറുത്തു. തന്നോട് ചേർന്ന് തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവളെ കണ്ടതും രുദ്രൻ നിന്നു വിയർത്തു.
ദേവലക്ഷ്മിയുടെ അച്ഛനും സഹോദരനുമൊക്കെ മഹിയോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. എടാ, കല്യാണം ഉറപ്പിച്ചിട്ട് പോലും ഒരിക്കൽ പോലും നീയൊന്ന് ഫോൺ പോലും വിളിച്ച് ഞങ്ങളുടെ കൊച്ചിനോട് മനസ്സ് തുറന്നൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോഴൊക്കെ നിനക്ക് തിരക്ക് ഇതായിരുന്നു അല്ലേടാ? ഇവളെ വീട്ടിൽ കയറ്റി വെച്ചോണ്ടിരുന്നിട്ടാണോടാ ഞങ്ങളുടെ കൊച്ചിന്റെ ജീവിതം തകർക്കാൻ നീ ഈ നാടകം കളിച്ചത്? രുദ്രന്റെ കുത്തിനു കയറി പിടിച്ചവന്റെ കയ്യ് ഒരു ഊക്കോടുകൂടി തട്ടിമാറ്റി എറിഞ്ഞ ശേഷം അവൻ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. ഒപ്പം തന്നെ അവളോട് ചേർന്നുകൊണ്ട് നിൽക്കുകയാണ് വൈദേഹി. അച്ഛ, എന്താ ചെയ്യുക? എനിക്കൊന്നും അറിയില്ല മോനെ. ഈ കുട്ടി ഇവൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ആരാ കരുതിയേ? ആളുകളെല്ലാം മുറുമുറുത്ത് തുടങ്ങിയതും ദേവലക്ഷ്മിയുടെ അച്ഛനും അമ്മയും വേണ്ടപ്പെട്ട ആളുകളുമൊക്കെ വന്ന് അവളെ മണ്ഡപത്തിൽ നിന്നും പിടിച്ചിറക്കി. മോളുവാ, നമുക്ക് ഈ ബന്ധം വേണ്ട. ഇവനെപ്പോലെയുള്ള ഈ ചെറ്റയെ കൊണ്ടല്ലാതെ വേറെ നല്ല ബന്ധം കിട്ടുമോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അച്ഛന്റെ വാക്കുകൾ കേട്ടതും ലക്ഷ്മി മുഖമുയർത്തി രുദ്രനെ നോക്കി. ശേഷം അച്ഛന്റെയും ഏട്ടന്മാരുടെയും കൂടെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. രുദ്ര, എടാ! മഹി അവന്റെ തോളിൽ കൈവച്ച് വിളിച്ചതും രുദ്രൻ തിരിഞ്ഞ് അച്ഛനെ നോക്കി. വൈദേഹിയുടെ കൈയും പിടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള അമ്പലനടയിലേക്ക് അവൻ നടന്നു. ഉമാമഹേശ്വരൻ ക്ഷേത്രമാണ്. സമയം പിന്നിട്ടതുകൊണ്ട് നട അടഞ്ഞു കിടന്നു. രുദ്രൻ ഒരു വേള കണ്ണുകൾ അടച്ചു. അവന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് വൈദേഹിയും അങ്ങനെ ചെയ്തു. എന്റെ ദേവേട്ടനോടൊപ്പം ഒരുപാട് കാലം കഴിയാൻ അനുഗ്രഹിക്കണേ. അല്പം ഉറക്കെയാണ് അവളത് പറയുന്നത്. വൈദേഹിയുടെ കയ്യിലിരുന്ന താലിച്ചരട് വാങ്ങി അവൻ അവളുടെ കഴുത്തിലേക്ക് കെട്ടി. എടാ, നീ നീ എന്ത് അസംബന്ധമാണ് ഈ കാട്ടിയേ? മഹിയും ഗൗരിയും ഓടി വന്ന് മകന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ് ഇവളെ ഇവളുടെ ബന്ധുക്കളുടെ കൂടെ പറഞ്ഞയക്കാൻ. കേട്ടില്ലല്ലോ. എന്റെ വാക്കിന് വില തന്നില്ലല്ലോ. നിങ്ങൾക്കപ്പോൾ സഹതാപം. ഒടുവിൽ എന്റെ ജീവിതം വെച്ച് തന്നെ കളിച്ചില്ലേ? ഇങ്ങനെ തീരട്ടെ. നശിച്ചു പോകട്ടെ എന്റെ ജീവിതം. ഈ ഭ്രാന്തി പെണ്ണിനോടൊപ്പം കഴിയാം ഇനിയുള്ള കാലം. കത്തിച്ചു വെച്ച നിലകളൊക്കെ കൈകളിലേന്തി ഗൗരി ഇറങ്ങി വരുന്നത് ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് വൈദേഹി. അവളോട് ചേർന്ന് തന്നെ ശിവഗംഗയും നിൽപ്പുണ്ട്. ഇതെന്താ ശിവേച്ചി, ഗൗരി ആൻറ്റി ഈ നേരത്തെ നിലവിളക്കൊക്കെ കത്തിച്ചു വരുന്നേ? ഇവിടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഗംഗയുടെ കാതിൽ അടക്കം പറയുന്ന വൈദേഹിയെ കണ്ടതും രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. വൈച്ചു, ഇത് പിടിച്ചേ മോളെ. എന്നിട്ട് സൂക്ഷിച്ചു കൊണ്ടുവന്ന് പൂജാമുറി വെക്കോ. മഹി പറയുന്ന കേട്ടതും അവൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഗൗരിയുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങി. എന്നിട്ട് വലതുകാൽ വെച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. പൂജാമുറിയിൽ ഗൗരി കാണിച്ചു കൊടുത്ത ഇടത്ത് തന്നെയാണ് അവൾ വിളക്ക് വെച്ചത്. തന്റെ സമീപത്ത് നിന്നുകൊണ്ട് കണ്ണടച്ചു പ്രാർത്ഥിക്കുന്നവളെ കാണുന്തോറും രുദ്രന് വിറഞ്ഞു കയറി. മധുരം വെപ്പ് ചടങ്ങുകൂടി കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോയാൽ മതിമോനെ എന്ന് ശിവയുടെ അമ്മായിമ്മയാണ് രുദ്രനോട് പറഞ്ഞത്. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ വലിയ സ്വീകരണ മുറിയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ പാടുപെടുകയാണ്. ബന്ധുജനങ്ങളൊക്കെയും മാറി മാറി നിന്ന് അടക്കം പറയുന്നുണ്ട്. തങ്കം പോലുള്ള രുദ്രന് ഇങ്ങനൊരു വിധിയാണല്ലോ വന്നത്. അതാണ് ഏറിയ പങ്കും പറയുന്നത്. മഹിയുടെയും ഗൗരിയുടെയും എടുത്തുചാട്ടത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നും ചിലരും പറയുന്നുണ്ട്. പാലും പഴവും പഞ്ചസാരയും ചേർത്ത് കുറുക്കി ഇളക്കിയത് അല്പം എടുത്തുകൊണ്ടുവന്ന് ഗൗരി രുദ്രന്റെ വായിലേക്ക് കൊടുത്തു. ശേഷം ബാക്കി വന്നത് വൈദേഹിക്ക് കൊടുത്തു. അതും മുഴുവനും ഗ്ലാസോട് കൂടി മേടിച്ച് ഒറ്റ വലിക്കവൾ കുടിച്ചു തീർത്തു. ആന്റി, ഇതിന് എന്തൊരു ടേസ്റ്റാണെന്നോ. എനിക്ക് ഇനിയും തരണേ, കൊഞ്ചലോട് കൂടി പറയുകയാണവൾ. രുദ്രന്റെ പിന്നാലെ അവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഗംഗയായിരുന്നു. ഇതെന്താ ശിവേച്ചി ഈ റൂമില്? എന്റെ റൂം താഴെയാണ് കേട്ടോ. ഇനി മുതലേ ഇതാണ് നിന്റെയും റൂം. നീയ് ഇവിടെ രുദ്രന്റെ ഒപ്പമാണ് കിടന്നുറങ്ങേണ്ടത്. അവളോട് താടിത്തുമ്പ് പിടിച്ച് മേൽപോട്ടുയർത്തി ശിവഗംഗ പറയുമ്പോൾ വൈദേഹി നിശ്ചയദാർത്ഥത്തിൽ തല ചലിപ്പിച്ചു. അയ്യോ, എനിക്ക് പേടിയാ ചേച്ചി. ദേവേട്ടൻ എന്നെ ചീത്ത വിളിക്കും. ഏട്ടന്റെ മുറിയിൽ കയറിയാ എന്നെ അടിക്കും. ഇല്ലെന്നേ, ഇതൊക്കെ ആരാ എന്റെ വൈച്ചനോട് പറഞ്ഞത്? നിന്റെ ദേവേട്ടൻ പാവമാണേ. അവളെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുവന്ന് ബെഡിലേക്ക് ഇരുത്തിയപ്പോൾ രുദ്രൻ വാഷ്റൂമിലോ മറ്റോ ആയിരുന്നു. അടങ്ങിയിരുന്നോണം കേട്ടോ, കുസൃതി കാട്ടല്ലേ.
ഞാൻ പോയിട്ട് വൈച്ചുവിന് കുളിച്ചു മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. മെല്ലെ അവളുടെ കാതി പറഞ്ഞുകൊണ്ട് ശിവഗംഗ താഴേക്ക് ഇറങ്ങിപ്പോയി. പതുപതുത്ത മെത്തയിലിരുന്ന് അതിലൂടെ വിരലോടിച്ചുകൊണ്ട് വൈദേഹി തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ കണ്ടു രുദ്രൻ കുളി കഴിഞ്ഞിറങ്ങി വരുന്നത്. അവനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു. എന്താടി എന്താടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവളെ കണ്ടതും രുദ്രന് ദേഷ്യം കൊണ്ട് വിറച്ചു. ശിവേച്ചി പറഞ്ഞിട്ടാ ദേവേട്ടാ, ഇനി മുതലേ ഞാൻ ഈ മുറി കിടന്നാ മതിയെന്ന്. ഇറങ്ങിപ്പോടി. അവന്റെ അലർച്ച കേട്ടുകൊണ്ടാണ് ശിവ കയറി വന്നത്. അവളെ കണ്ടതും വായിച്ചു കരയാൻ തുടങ്ങി. എന്നാ എന്നാ പറ്റി? എന്തിനാ വായിച്ചു കരയുന്നേ? ശിവ വെപ്രാളത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു. ചേച്ചിയോട് ആരാ പറഞ്ഞേ ഈ നാശം പിടിച്ചവളെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവരാന്? എടാ, ഇവള് പിന്നെ എവിടാ കഴിയേണ്ടത്? താഴെ ആളുകളൊക്കെ ഇല്ലേ? ആരൊക്കെ ഉണ്ടെങ്കിലും എനിക്കെന്താ? ഈ ഭ്രാന്ത് പിടിച്ചവളെ ഇറക്കിക്കൊണ്ട് പോയേ വേഗം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. രുദ്ര, മതി നിർത്തുന്നുണ്ടോ? അവന്റെ പറച്ചിൽ കേട്ടതും ശിവ അവനെ ദേഷ്യത്തിൽ വിളിച്ചു. ഞങ്ങളാരും കാരണമല്ല നീ ഇവളുടെ കഴുത്തിൽ താലി ചാർത്തിയത്. അത് നീ സ്വയം എടുത്ത തീരുമാനമല്ലേ? എന്നിട്ടിപ്പോ ഇങ്ങനൊക്കെ പറയുന്നത് ശരിയല്ല കേട്ടോ. ഗംഗ അവനോട് കയർത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവിടെ കിടന്ന് വിളിച്ചു കൂവി. ഇവൾ പറഞ്ഞതൊക്കെ ചേച്ചിയും കേട്ടില്ലേ? ഇത് സുഖമില്ലാത്ത കുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയത്തില്ലടാ. പിന്നെ എന്തിനാ നീയ? സുഖമില്ലാത്ത കുട്ടി ഒരക്ഷരം പോലും പറയരുത് ചേച്ചി. അങ്ങനെ ഒരു അസുഖക്കാരിയെപ്പോലായിരുന്നോ അതിനിവള്? ചേച്ചിക്ക് തോന്നിയോ അത്? രണ്ടുപേരും വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു രുദ്രന്റെ കട്ടിലിൽ കയറി സുഖമായിട്ട് കിടന്നുറങ്ങുന്ന വൈച്ചുവിനെ. തുടരും.